ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്, ട്രസ്റ്റ് മീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ മിറാക്കിൾ. യാ, ഇറ്റ്സ് എ മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ. സോ അതിനെപ്പറ്റിയാണ് കേട്ടോ ഈ ഫുൾ വീഡിയോ. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരുന്ന ടൈമിലാണ് എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നത്. ലൈക്ക് ഇങ്ങനെ പോയാൽ മതിയോ, ലൈക്ക് ഇങ്ങനെ രാവിലെ എണീക്കുക, സ്ക്രോൾ ചെയ്യുക, ഫുഡ് കഴിക്കുക, സ്ക്രോൾ ചെയ്യുക, കിടന്നുറങ്ങുക, തോന്നുമ്പോൾ എണീക്കുക, ഇങ്ങനെ ഒരു ലൈഫിൽ ഒന്നും നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യാണ്ട് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയാൽ മതിയോ എന്നൊരു തോട്ട് ഇപ്പോഴോ തലയിൽ ഇങ്ങനെ ഒരു കൊട്ടുപോലെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എന്തെങ്കിലും ചെയ്യണം. ജനുവരി 2025 ആയി. ഇനി നമുക്ക് ഇത് കറക്റ്റ് ടൈമാണ് എല്ലാം പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ മറ്റേ ജേർണലിങ് ചെയ്യാൻ വേണ്ടി ബുക്കൊക്കെ മേടിച്ചതും പിന്നെ ഇങ്ങനെ വിഷൻ ബോർഡിൻ്റെ കുറേ കാര്യങ്ങൾ കേട്ടു. പക്ഷേ വിഷൻ ബോർഡ് എനിക്ക് എന്തോ വലിയ ഒരു ആഗ്രഹമില്ല, എനിക്കെന്തോ അത് ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമില്ലായിരുന്നു ആ ഒരു ടൈമിൽ. പക്ഷേ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബ് നിറച്ച് ഈ ഒരു സമയത്ത് അതായിരുന്നു. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പർട്ടിക്കുലർ വീഡിയോ എൻ്റെ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഒടുക്കി. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഒരെണ്ണം ഇങ്ങനെ എടുത്ത് കണ്ടു, ഒരു മിറാക്കിൾ കണ്ടു. അപ്പോൾ മിറാക്കിൾ എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ മിറാക്കിൾ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു മിറാക്കിളാന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു എലിസബത്ത് റൂഫോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഇത് മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. ആ ഒരൊറ്റ വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണവും എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വന്നതും ആ ഒരൊറ്റ വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്യാൻ തോന്നിയ ആ ഒരു എന്താ പറയുക, ആ ഒരു നല്ല ഡിസിഷൻ എന്ന് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. കാരണം ഞാൻ പല വീഡിയോകളും ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് വിടുന്നത്, പക്ഷേ ഒരു ലോങ് വീഡിയോ ആയിരുന്നു. അതും ഫുള്ളിരുന്ന് ഞാൻ കണ്ടു. ഞാൻ അതിനകത്ത് കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ എടുത്ത് എഴുതി വെച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും ഈ ഇടയ്ക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നോട്ടൊക്കെ എഴുതി വെക്കുക എന്നുള്ളത്. സോ ആ ഒരൊറ്റ വീഡിയോ ആണ് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്ന നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ള കാരണം. സോ അതുകൊണ്ട് ആ വീഡിയോ എന്തായാലും ഞാനിവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. നിങ്ങളത് കാണേണ്ട വീഡിയോ തന്നെയാണ്. അതിൻ്റെ ഒരു ഷോർട്ടാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഞാൻ അത്രയും ഡിസ്ക്രൈബ് ചെയ്ത് പറയാനൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ അത് പഠിച്ചു വന്ന ആളല്ല. പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടും എനിക്കുണ്ടായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ, പോസിറ്റീവ് ചേഞ്ചസിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ. സോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇതൊരു മോർണിംഗ് മിറാക്കിൾ റൊട്ടീനാണ്. ഞാൻ മിറാക്കിൾ മാത്രം കണ്ടിട്ടാണ് ആ വീഡിയോ ക്ലിക്ക് ചെയ്തത്. പക്ഷേ മിറാക്കിൾ മാത്രം ലൈഫിൽ ചുമ്മാ സംഭവിക്കില്ല. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല എഫേർട്ട് ഇടണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, മടി കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കണം, എന്നാലേ പറ്റുള്ളൂ. കാരണം ഞാനൊരു കുഴിമടിച്ചായിരുന്നു. കുഴിമടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു മടിച്ചയാണ്. തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പോൾ ഫുഡ് കഴിക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, അങ്ങനെ ഒന്നും ഒരു റൊട്ടീനോ ഒരു ഷെഡ്യൂളോ ഇല്ലാത്ത ഒരു ലൈഫായിരുന്നു എൻ്റെത്. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കത് റിയലൈസ് ചെയ്തു, ലൈക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല, എന്തെങ്കിലും ലൈഫിൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊരു ത്വര വന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. സോ നിങ്ങൾക്കും മടിയുണ്ടെങ്കിൽ, എൻ്റെ അത്ര മടി എന്തായാലും കാണില്ല ആർക്കും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 13 to 14 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഈ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്ററിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരൻ്റെ ലൈഫിൽ കുറച്ച് ട്രാജഡീസ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഇതുപോലൊരു മോർണിംഗ് മിറാക്കിൾ റൊട്ടീൻ, അന്ന് അതിന് പേരിട്ടിട്ടില്ല, പുള്ളിയാണ് അതിന് പേരിട്ടത്. അന്ന് പുള്ളിയുടെ ലൈഫിൽ വേറൊരു സുഹൃത്ത് വഴി പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി പറഞ്ഞു കൊടുത്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇതൊക്കെ. ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് പുള്ളിയുടെ ലൈഫിൽ പുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പുള്ളി വലിയ ആളായി. ഓക്കെ, അപ്പോൾ പുള്ളിയാണ് ഇതിന് മോർണിംഗ് മിറാക്കിൾ റൊട്ടീൻ എന്ന് പേരിട്ടിട്ടുള്ളത്. സോ മോർണിംഗ് മിറാക്കിൾ റൊട്ടീനിലെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് സേവേഴ്സ് എന്നാണ് പുള്ളി പേരിട്ടേക്കുന്നത്. ഈ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ പോകുന്നത് നമ്മളെ. ഓക്കെ, അപ്പോൾ സേവേഴ്സിലെ എസ് പറയുന്നത്, എസ് സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ്. ഓക്കെ, A stands for affirmations, V stands for visualization, E stands for exercise, R stands for reading, S stands for scribbling. ഓക്കെ, സ്ക്രിബിംഗ് എന്ന് പറഞ്ഞാൽ ആരും പേര് കേട്ടിട്ട് ഞെട്ടണ്ട, അത് ജേർണലിംഗ് ആണ്, അതിൻ്റെ വേറൊരു പേര് ജേർണലിംഗ് ആണ്. പിന്നെ സേവേഴ്സ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റർ അങ്ങനെ ഇട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സേവേഴ്സ് എന്താണെന്ന് നോക്കാം, പ്രോസസ്സ് എന്താ. ഫസ്റ്റ് തന്നെ വന്നിട്ട് സൈലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നിശബ്ദമായിട്ടിരിക്കുക. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കാം. വെറുതെ വേണമെങ്കിൽ നമുക്ക് ആ ടൈമിൽ
നമുക്ക് പ്രയർ ചെല്ലാം. നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രയർ ചെല്ലാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ എന്താ പറയുക, ജസ്റ്റ് ഫോർ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ശ്വാസം വലിച്ച് വിട്ട് കുറച്ച് നേരം ഇരിക്കാം, ഒരു 5-10 മിനിറ്റ്. പിന്നെ അങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ബേസിക്കലി കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ പോയിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക. മീൻസ് ഒത്തിരി ഇങ്ങനെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒത്തിരി വരാത്ത, ഡിസ്റ്റർബ് ചെയ്യാത്ത പ്ലേസിൽ പോയിട്ട് നമ്മൾ സൈലൻസ് ആയിട്ടിരിക്കുക. അതാണ് സൈലൻസ് എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമുക്ക് സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ മോർണിംഗ് റൊട്ടീന് വേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത്രത്തോളം എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഇനിയിപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള ആൾക്കാരാണ്, ഒത്തിരി നേരമൊന്നും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന്, എല്ലാം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചിട്ട് ടൈം ഡ്യൂറേഷൻ കൂടുതൽ ആവശ്യമുള്ളത് കൂടുതലിരുന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അല്ല, ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ നല്ലപോലെ ടൈം എടുത്ത് ചെയ്യുക കേട്ടോ. ഓക്കെ, അതപ്പം അതാണ് സൈലൻസ്. നെക്സ്റ്റ് വന്നിട്ട് അഫിർമേഷൻസ്. അഫിർമേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ബേസിക്കലി എൻ്റെ കാര്യത്തിലും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നൊരു സാധനമാണ് അഫിർമേഷൻസ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് കൂട്ടാം നമുക്ക്. സപ്പോസ് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ അഫിർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭയങ്കര നെഗറ്റീവ് തോട്ട്സിൻ്റെ ആളാണ്, ഓവർ തിങ്കിങ്ങിൻ്റെ ആളാണ്, ആൻഷ്യസ് പേഴ്സണാണ്. ഇത്രയൊക്കെ ഉള്ള എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ്. എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ ഒരു നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചാലും അപ്പുറത്തൊരു നെഗറ്റീവ് പോയി ഞാൻ അതിനെ കയറി ചാടി പിടിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ചാടി പിടിക്കാൻ മാത്രമല്ല, വലിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോകും. അത്രയും ഒരു നെഗറ്റീവോളിയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായാലും നെഗറ്റീവല്ലേ ചിന്തിക്കുകയുള്ളൂ. പോസിറ്റീവൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ് കേട്ടോ എൻ്റെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു മോർണിംഗ് മിറാക്കിൾ റുട്ടീനും അല്ലെങ്കിൽ ഈ അഫിർമേഷൻസിലൂടെയും എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് പോസിറ്റീവ് ആകാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കോൾ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഇത്ര പോസിറ്റീവായത്, നീ ഇത്ര പോസിറ്റീവ് ആവേണ്ടിയിരുന്നില്ല എന്ന്. എനിക്ക് കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലൈക്ക് ഞങ്ങൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും, ഞങ്ങൾ ഓവർ തിങ്കേഴ്സാണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് അവന് സൊറ പറഞ്ഞിരിക്കുന്ന ഈ ഓവർ തിങ്കിങ് ആണ് ബേസിക്കലി. ഒരു 1, 2, 3 മണിക്കൂർ പോകുക എന്ന് പറയുന്നത് ഈ ഓവർ തിങ്കിങ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പക്ഷേ അന്ന് വിളിച്ചപ്പോൾ അവന് എന്താ ഇത്രയും പോസിറ്റീവായിട്ട് അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്താ ഇത്രയും പോസിറ്റീവായി പോയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് എത്രത്തോളം എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അഫിർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ തല മുഴുവൻ ഇങ്ങനെ കുന്നുകൂടി കിടക്കായിരിക്കും, അതിനെയൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു വേർഡ്സാക്കി മാറ്റിയിട്ട് നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഒരു നോട്ട് ബുക്കിൽ അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നില്ലേ, ഓക്കെ, അഫർമേഷനായിട്ട് ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഐ ആം റിച്ച് എന്ന് എഴുതുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നും, കാരണം ഇതൊന്നും അല്ലല്ലോ, ഇത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട് പലതവണ. പക്ഷെ നമ്മൾ അത്രയും അറിഞ്ഞ് വിഷ്വലൈസ് ചെയ്ത് നമ്മളതിൽ മുഴുകി നമ്മൾ ശരിക്കും സങ്കല്പിക്കുക നമ്മൾ റിച്ചാന്നുള്ള രീതി തന്നെ അതങ്ങ് വായിക്കുക. അങ്ങനെ ഒരു 10, 20, 30, 40 ദിവസം കഴിയുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾ റിച്ച് ആവുന്നല്ലേ. അങ്ങനെയല്ല, നിങ്ങളതിൻ്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ എന്താണ് നിങ്ങൾ പ്രൊഫഷനെങ്കിൽ നിങ്ങളതിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആ ഒരു എപ്പോഴും ഞാൻ ദരിദ്രവാസിയാണ്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഒന്നുമില്ല, ഞാൻ ബ്യൂട്ടിഫുൾ അല്ല, ഞാൻ കൊള്ളില്ല, ഞാൻ റിച്ച് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊന്നും അല്ല എന്നുള്ളൊരു തോട്ട്സ് ഉണ്ടല്ലോ, ഈ അഫർമേഷൻസ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്തല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നു, അത് നേരെ തിരിച്ച് അഫർമേഷൻസ് ആയിട്ട് പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് എഴുതി എല്ലാ ദിവസവും ഈ വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ നടക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞ് വായിക്കരുത്. നല്ലപോലെ മനസ്സിരുത്തി തന്നെ വായിക്കുക. വായിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഒന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇതിങ്ങനെ കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയോ ലൈഫിൽ ഇങ്ങനെ ശരിയാണല്ലോ, പോസിറ്റീവായി വരുന്നു. ഞാൻ പോസിറ്റീവ് തിങ്ക് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ. ഒരു നെഗറ്റീവോളി ആയ എനിക്കത് നല്ലപോലെ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ഇതേ മാറ്റം ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ അഫർമേഷൻസ് ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് വേണം, നിങ്ങൾക്ക് പൈസ വേണോ, ഐ ആം എന്താ പറയുക, മണി ഫ്ലോയിങ് ടു മീ, അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് റിച്ച് ആണ്, ഐ എം റിച്ച്,
പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ, ഐ എം കോൺഫിഡൻറ്റ്, അങ്ങനെ എല്ലാം നേരെ തിരിച്ച് എഴുതി വെക്കുക. ഓക്കെ, അപ്പം അതാണ് അഫർമേഷൻസ്. ഇതും ഒരു 10 മിനിറ്റ് പോരെ, മാക്സിമം 10 മിനിറ്റ് ഇരുന്ന് വായിക്കുക. നെക്സ്റ്റ് വന്നിട്ട് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സിലിങ്ങനെ നമ്മൾ ഈ ഫാൻറ്റസൈസ് ഒക്കെ ചെയ്തില്ലേ പല കാര്യങ്ങളും, അതുപോലെ നിങ്ങൾ ഡ്രീം ചെയ്യില്ലേ, നമ്മുടെ മനസ്സിലിങ്ങനെ അതിൻ്റെ വിഷ്വൽ സങ്കല്പിക്കുക. ഞാൻ കുറേ റിച്ചായിട്ട് ഞാനിങ്ങനെ പല കാറിൽ വന്ന് ഇറങ്ങുന്നു, ഇതൊക്കെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഇതൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ലൈഫിൽ നടക്കും, ഇത് ഡെഫിനറ്റ് ആയിട്ട് നടക്കും. ഒരു ദിവസം ആഗ്രഹിച്ചാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ മനസ്സിലിങ്ങനെ വിഷ്വൽ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഡ്രീം ആയിട്ടുള്ള, നിങ്ങൾക്ക് ഡ്രീം ജോബ് കിട്ടുന്നു, നിങ്ങൾ ഡ്രീം വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു, അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ഹോം വേണം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആ വീട്ടിൽ കൂടെ ഓടിക്കളിച്ച് നടക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ വേണം, നമുക്ക് കിട്ടിയതുപോലെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, അവിടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് പാസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞല്ല, കിട്ടിയിട്ട് നമ്മൾ അത് ആ ബ്യൂട്ടിഫുൾ ഹോമിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, ഇതാണ് വിഷ്വലൈസേഷൻ. ഇനി വരുന്നത് എക്സസൈസ് ആണ് കേട്ടോ. എക്സസൈസ് വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, വാക്കിംഗ് ചെയ്യാം, റണ്ണിങ് ചെയ്യാം, കുട്ടി സ്ട്രെച്ചസ് ചെയ്യാം, പിന്നെന്താ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഡാൻസിങ് ആണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിങ്. അപ്പോൾ എനിക്കൊന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് നല്ലൊരു ടപ്പാക്കുത്ത് സോങ് ഒക്കെ ഇട്ട് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ പവർഫുൾ എനർജി ആയിരിക്കും, പിന്നെ ഫുൾ ഡേ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല, കാരണം ചിലർക്ക് വേറെ ആയിരിക്കും ഇഷ്ടം. സ്ട്രെച്ച് ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും പിന്നെ വാക്കിങ്ങിനൊക്കെ പോകുന്നതായിരിക്കും വേറെ പിള്ളേർക്ക് ഇഷ്ടം. പക്ഷെ പ്രിഫറബിൾ ആണ്, എനിക്ക് ഡാൻസാണ് ഇഷ്ടം, ഞാൻ ചെയ്യുന്ന ഡാൻസാണ്. എനിക്കതുകൊണ്ട് ഭയങ്കര രസമാണ് രാവിലെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുക. ഒരു 10 മിനിറ്റ് നല്ല രസമാണ്. ഫുൾ ഡേ നല്ലൊരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യാം, എക്സസൈസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തും ചെയ്യാം ഇഷ്ടമുള്ള. പക്ഷെ ഫുൾ ബോഡി ഒന്ന് വാമപ്പ് ആവണം, ഫുൾ ബോഡി ഒന്ന് ഹീറ്റ് ആവണം. എന്നാലേ നമ്മൾ എക്സസൈസിന് ഗുണമുള്ളൂ. സ്വെറ്റ് ചെയ്യണം, നല്ല ഗുണമുള്ളൂ. ഓക്കെ, അല്ലാണ്ട് മേലനങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ലപോലെ ഫുൾ ബോഡി അനങ്ങിയിട്ട് സ്വെറ്റ് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പം അതാണ് എക്സസൈസ്. നെക്സ്റ്റ് വന്നിട്ട് റീഡിങ്. ഇതാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മടിയുള്ളൊരു കാര്യം റീഡിങ് ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് റീഡിങ്. ഞാൻ റീഡിങ് ഇതുവരെ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. എപ്പോഴേലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നിയാലും ഞാൻ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കാര്യം റീഡിങ് ആണ്. എനിക്ക് എന്തോ ഇഷ്ടമല്ല. പക്ഷെ എത്ര മടിയന്മാരാണേലും ഒരു പേജ് ഒരു ദിവസം പറ്റില്ലേ നിങ്ങൾക്ക്? പറ്റണം, എന്നാലേ കാര്യമുള്ളൂ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഒരു പേജൊക്കെ പറ്റൂടെ, ആർക്കാ പറ്റാത്തേ? ഒരു പേജ്, ഓക്കെ, ഒരു പേജെങ്കിലും അറ്റ്ലീസ്റ്റ് റീഡ് ചെയ്യണം. അതും ചുമ്മാ ഏതെങ്കിലും റീഡ് ചെയ്താൽ പോരാ. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഉണ്ട്. അത് എന്താണെന്നറിയാത്തവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടം കൂടി ബുക്സ് കിട്ടും, അവൈലബിൾ ആണ്. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇരുന്ന് ഒരു പേജ് വെച്ച് വായിക്കുക. സെൽഫ് ഹെൽപ്പ് ബുക്സ്, ഓക്കെ, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്കുകളാണ്. അല്ലാണ്ട് ഏതെങ്കിലും കണ്ട ബുക്സ് വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബുക്ക് വേണം നമ്മൾ വായിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പേജ് ഒരു ദിവസം പറ്റില്ലേ? പറ്റണം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ട് സ്ക്രിബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേർണലിങ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഡയറി എഴുതില്ലേ, അതുപോലെ തന്നെ. പക്ഷേ അതിൻ്റെ വേറൊരു സാധനമാണ് ജേർണലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗോൾസ്, ടു ഡു ലിസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മേ ബി നമുക്ക് ഡയറി എഴുതുന്ന പോലെ വേണമെങ്കിൽ എഴുതാം. ഒരു ദിവസം നടന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതിക്കോ. അങ്ങനെ എഴുതാൻ ടൈം ഉള്ളവരെന്നൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ എഴുതാനുള്ളവർ അങ്ങനെ എഴുതിക്കോ. അല്ലെങ്കിൽ എന്തെങ്കിലും നാളത്തേക്ക് റിമൈൻഡർ വെച്ചിട്ട് നാളെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റായിട്ട് എഴുതാം. പിന്നെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗോൾസ്, നമുക്ക് ഇത്ര നാളത്തേക്കുള്ള എന്തൊക്കെ അച്ചീവ് ചെയ്യണം, ഇത്ര വർഷം കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എങ്ങനെ ആവണം, ഇതൊക്കെ നമുക്ക് ജേർണലിങ്ങിലൂടെ എഴുതി വെക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിലാണ് ഞാൻ എൻ്റെ അഫർമേഷൻസ് എഴുതി വെക്കുന്നത്. സോ നമുക്ക് പേഴ്സണൽ ഗോൾസും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അതൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ ഓരോ പേജ് വായിക്കുമ്പോൾ, നമ്മൾ പ്രീവിയസ് ആയിട്ട് നമുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ലൈക്ക് നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, നമ്മൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തില്ലേ നമ്മുടെ ലൈഫിൽ, കുട്ടി കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇത്രയും മാറ്റങ്ങൾ നമ്മൾ വരുത്തിയില്ലേ, അതൊരു മോട്ടിവേഷനാണ് മുന്നോട്ടും. നമുക്ക് ഇനിയും ചെയ്യാനും ഇനിയും എന്താ പറയുക, ഗോൾസ് അച്ചീവ് ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷനാണത്.
സോ നിങ്ങൾ എഴുതി വെക്കുക. ജേർണലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജേർണലിംഗ് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഈ സേവേഴ്സ് ഫുള്ളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മോർണിംഗ് മിറാക്കിൾ റുട്ടീനിൽ നമ്മളിത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് 6 ഓക്കെ. ഇതിൽ ഒരെണ്ണം പോലും നമ്മൾ വിട്ട് കളഞ്ഞിട്ട് എനിക്ക് മിറാക്കിൾ ലൈഫിൽ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഈ 6 എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 40 ദിവസം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. എത്ര മടിയാന്ന് പറഞ്ഞാലും നിങ്ങൾ പുഷ് ചെയ്യുക. നിങ്ങൾ 1-2 ദിവസം 3-4 എനിക്കൊന്ന് 1-2-3-4 ദിവസമൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ രാവിലെയൊക്കെ എഴുന്നേറ്റതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ താനേ എഴുന്നേറ്റ് പോകും. നമ്മൾ താനേ ചെയ്തു പോകും. നമ്മൾ മറക്കില്ല. നമ്മൾ ഓർത്തെടുത്ത് നമ്മൾ ചെയ്യും. അതാണ് ഈ ഒരു കാര്യത്തിൻ്റെ എക്സ്ട്രാ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പോസിറ്റിവിറ്റി കിട്ടും ചെയ്യാൻ, എക്സ്ട്രാ മോട്ടിവേഷൻ കിട്ടും ചെയ്യാൻ. ലൈഫിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ എപ്പോഴും ഒരു പുഷ് കാണും നമ്മളിൽ നിന്ന് തന്നെ, വേറെ ആരും നിന്നല്ല, വേറെ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി ചെയ്യുക. ഓക്കെ. ഒരു ദിവസം മടി പിടിച്ചത് മുടക്കി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പോയി. പിന്നെ ഒന്നേം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഒന്നിടവിട്ടൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു പാർട്ടാക്കി മാറ്റണം. ഒരുപാട് റിസൾട്ട്സ് ഉണ്ടാവും. അത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിറ്റ്നസ്സാണ്. ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആകും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഇത് വർക്കായിട്ടില്ല ഞങ്ങൾക്കെന്ന്. പക്ഷെ നിങ്ങളിത് ചെയ്ത് നോക്കണം. കള്ളത്തരം കാണിക്കാണ്ട് തന്നെ ചെയ്ത് നോക്കണം. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. ഒരു ദിവസം പോലും മുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് പോയിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ചെയ്യണം. എന്നിട്ട് വർക്കായിട്ടുള്ളവരും വർക്കായിട്ടില്ലാത്തവരും കമൻറ്റ് ബോക്സിൽ വന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.